പ്രൈസ് ദി ലോർഡ്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ കൃപ എത്രത്തോളം മഹത്വമുള്ളതെന്ന് വർണ്ണിക്കുവാൻ വേണ്ടി ആ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞപ്പോൾ അതെത്രത്തോളം ഉന്നതമായിരിക്കുന്നുവെന്ന് മറ്റുള്ളവരോടൊന്ന് പാടി കേൾപ്പിക്കുവാൻ തൻ്റെ ഹൃദയത്തിൽ കോറിയിട്ട പദങ്ങൾക്ക് മനോഹാരിത പാടുന്തോറും ധ്യാനിക്കുന്തോറും അതിന് മനോഹാരിത വർദ്ധിക്കുകയാണ്. അതിങ്ങനെയാണ് താൻ എഴുതിയത്. വാനം ഈ ഭൂവിൽ നിന്നുയർന്നിരിപ്പതുപോ പരന്തയ ഭക്തർമേൽ വലിയതു തന്നെ കാണുന്നു ഞാൻ യാഗിൽ എനിക്കാശ്രയമായൊരു ശാശ്വത പാറ കാണുന്നു ഞാൻ യാഗിൽ. ഈ ഭൂമിയിൽ നിന്ന് ആകാശത്തിന് എത്ര ഉയരമുണ്ടോ, എത്ര ദൂരമുണ്ടോ, എത്ര സ്റ്റെപ്പുകൾ കയറിയാൽ ആകാശത്തിൽ ചെല്ലാം, അത്രത്തോളം ദൈവത്തിൻ്റെ ദയ മനുഷ്യരുടെ മേൽ വലുതാണ് എന്ന് താൻ പാടി. ആ പാട്ട് നമ്മുടെ ഹൃദയത്തിൽ വലിയൊരു രോമാഞ്ചം സൃഷ്ടിക്കും. അത്രത്തോളം ഉന്നതമായ ദൈവസ്നേഹത്തെ തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവസ്നേഹം ഈ ഗാനം പാടുന്നവരിലെല്ലാം കടന്നു വരണം എന്ന് താൻ ആഗ്രഹിക്കുകയുണ്ടായി. ഇന്ന് പകൽക്കാലം തിരുവചനത്തെ ധ്യാനിപ്പാൻ കർത്താവ് നമുക്ക് ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ സമ്മാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പെന്തക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. നമ്മൾ പലപ്പോഴും ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാറുണ്ട്, നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കാറുണ്ട്. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നാം ഒരു യാത്ര പോയാൽ കർത്താവിനെ നമ്മോടുകൂടെ വരുവാൻ നാം ക്ഷണിക്കാറുണ്ട്. നമുക്കൊരു ജോലി കിട്ടിയാൽ ജോലിയിൽ നമ്മോടൊപ്പം ഇരിക്കണമേ എന്ന് ദൈവത്തോട് അപേക്ഷിക്കാറുണ്ട്. രോഗശയ്യയിലാണെങ്കിൽ കർത്താവേ, എൻ്റെ രോഗശയ്യയിൽ നീ എന്നോടുകൂടെ ഇരിക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകുന്ന സങ്കടങ്ങളും സന്തോഷങ്ങളും ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെയും ദൈവം നമ്മോടുകൂടെ ഇരിക്കണം എന്നുള്ളതായ ഒരു അതിയായ ആഗ്രഹം ഭക്തന്മാർക്കുണ്ട്. അവരാണ് പ്രഭാതത്തിലും പ്രദോഷങ്ങളിലുമൊക്കെയും സമയഭേദമന്യേ ദൈവത്തിൻ്റെ സന്നിധിയിൽ വന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം അവർ ധ്യാനിക്കുന്നത്. ഇന്ന് നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. ആ വേദഭാഗത്തിൽ നാം ദൈവത്തെ ക്ഷണിച്ചാൽ ദൈവം നമ്മോട് എന്ത് ഉത്തരം പറയും എന്ന ഒരു വചനമാണ്. അങ്ങനെ നമ്മുടെ ക്ഷണനം കേട്ടുകൊണ്ട് പെട്ടെന്ന് ഓടി വരുന്ന ദൈവമല്ല, ദൈവത്തിനൊരു വഴി വേണം. അങ്ങനെ ഈ തിരുവചനം ഇന്ന് നാം കേൾക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നമ്മൾ ഒരുക്കേണ്ടതായ വഴി എങ്ങനെയെന്ന് നമുക്കൊരു ഏകദേശ രൂപം കിട്ടും. യെശയ്യാ പ്രവചനം 40-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം. കേട്ടോ, ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴി ഒരുക്കുവീൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിനൊരു പെരുവഴി നിരപ്പാക്കുവീൻ. എല്ലാ താഴ്വരയും നികന്നും എല്ലാ മലയും കുന്നും താണും വരണം, വളഞ്ഞത് ചൊവ്വായും ദുർഘടങ്ങൾ സമമായും തീരണം. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനൊരു വഴി ഒരുക്കുകയാണെങ്കിൽ ദൈവം തരുന്നതായ ചില പ്രോട്ടോക്കോൾ, മാർഗനിർദ്ദേശം, നിയമം, എങ്ങനെയുള്ള വഴികളിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. ദൈവത്തിന് വളഞ്ഞ വഴികളിൽ കൂടെ സഞ്ചരിക്കുവാൻ താല്പര്യമില്ല. മനുഷ്യരുടെ ഇടയിൽ ദൈവം സഞ്ചരിക്കുമ്പോൾ, ഇല്ലെങ്കിൽ തൻ്റെ ഭക്തന്മാരുടെ ഇടയിൽ ദൈവം സഞ്ചരിക്കുമ്പോൾ, നടകൊള്ളുമ്പോൾ തനിക്ക് മലകളും താഴ്വരകളും ഇഷ്ടമല്ല. നിരപ്പായ വഴി ഉണ്ടാകണം, വളഞ്ഞതൊക്കെയും നേരെയാകണം. എവിടെയൊക്കെ താഴ്വരകളുണ്ടോ, താണു കിടക്കുന്ന പ്രദേശമുണ്ടോ,
ചതുപ്പ് സ്ഥലമുണ്ടോ, കുഴികളുണ്ടോ, അങ്ങനെ ആ കുഴികളൊക്കെയും നികത്തണം. ഉയർന്നിരിക്കുന്ന മലകളെയൊക്കെയും ഇടിച്ച് നിരപ്പാക്കി, അങ്ങനെ അത് ഇടിക്കുന്നതായ ആ മണ്ണും വസ്തുക്കളും പാഴ്വസ്തുക്കളും ഒക്കെ എടുത്ത് ഈ താഴ്വരകളിൽ നിരപ്പാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ദൂതന്മാരാൽ ദൈവത്തെ സ്വാഗതം ചെയ്ത് ക്ഷണിക്കുന്നതായ ഭക്തന്മാർക്ക് അവർ അറിഞ്ഞിരിക്കേണ്ടതായ അത്യാവശ്യമായ ചില മാർഗനിർദ്ദേശങ്ങൾ, നിയമങ്ങൾ, ദൈവം നടക്കുന്ന വഴി എങ്ങനെയുള്ളതായിരിക്കണം എന്ന് അവരോട് പ്രാമാണ്യമായി സംസാരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ നമ്മൾ ക്ഷണിക്കുമ്പോൾ ദൈവത്തിന് ഒരുക്കുന്നതായ വഴി ഏത്? ദൈവം നമ്മിൽ നടകൊള്ളുമ്പോൾ കുന്നുകളും താഴ്വരകളിൽ കൂടെ ഏറ്റക്കുറച്ചിലുകളിലുള്ള വഴികളിൽ കൂടെ ദൈവം നടക്കില്ല. ദൈവത്തിന് നിരപ്പായ വഴി വേണം. മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ ദൈവം സഞ്ചരിക്കുന്നത് നിരപ്പായ വഴി. അതാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അവന് മുമ്പ് യോഹന്നാൻ സ്നാപകനെ ദൈവം അയച്ചു. ഞാൻ നിനക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കും, അവൻ നിനക്ക് വേണ്ടി നിൻ്റെ വഴികളെ നിരപ്പാക്കി തരും. അങ്ങനെ യോഹന്നാൻ സ്നാപകൻ ഈ ഭൂമിയിൽ വന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമായി. ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുകയാണ്, മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കുവിൻ. അതെങ്ങനെയാണ് മരുഭൂമിയിൽ വഴി ഒരുക്കുന്നത്? മരുഭൂമിയിൽ വഴിയൊരുക്കിയാൽ എങ്ങനെ തിരിച്ചറിയും? മണലാരണ്യത്തിൽ വഴിയുണ്ടോ? ആ വഴിക്ക് എന്ത് അടയാളം? മരങ്ങളും കല്ലുകളും ഒന്നുമില്ലാത്തതായ മണലാരണ്യം, കിലോമീറ്ററുകളോളം നീണ്ടു പരന്നു കിടക്കുന്നതായ മരുഭൂമിയിൽ വഴി എങ്ങനെ സ്ഥിരപ്പെടുത്തും? ആ പാതയുടെ വഴി, ആ മാർഗനിർദ്ദേശം എങ്ങനെയാണ് ദൈവത്തിന് കൊടുക്കുക? എന്നാൽ നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ ദൈവത്തിന് കാണാൻ കഴിയും. ഈ മണലാരണ്യത്തെയും മരുഭൂമിയെയും ഒക്കെയും സൃഷ്ടിച്ചത് ദൈവമാണ്. നാം ദൈവത്തിന് വേണ്ടി വഴിയൊരുക്കുമ്പോൾ ആ മരുഭൂമിയിൽ നാം കൽപ്പിക്കുന്നതായ മാർഗനിർദ്ദേശം അത് ദൈവം തിരിച്ചറിയുന്നു. ദൈവം ചില അടയാളങ്ങൾ അവിടെ വയ്ക്കുന്നു. നമ്മെ കൊണ്ട് അടയാളം വയ്ക്കാൻ കഴിയില്ല മരുഭൂമിയിൽ, പക്ഷെങ്കിൽ ദൈവത്തിന് മരുഭൂമിയിൽ അടയാളം വയ്ക്കാൻ കഴിയും. മരുഭൂമിയിൽ അവൻ അതിരുകളെ സൃഷ്ടിക്കുന്നു, അവൻ വിശാലതകളെ ഉണ്ടാക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, മരുഭൂമിയിൽ ഒരു വഴിയൊരുക്കുവീൻ, കുന്നുകളും മലകളും ഒക്കെ നികന്നു വരണം. അതുപോലെ തന്നെ താഴ്വരകൾ ഉയർന്നു വരണം. സമമായി അത് കാണപ്പെടുമ്പോൾ അവിടെയാണ് വളവില്ലാത്ത നേരെയുള്ള വഴികൾ. നമ്മുടെ ജീവിതത്തിൽ പല വഴികളും വളവുള്ളതും ഇടിഞ്ഞതും ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതുമായി കാണപ്പെടുന്നുണ്ടെങ്കിൽ ദൈവം പറയുകയാണ്, അതിനെയൊക്കെ വിശാലമാക്കണം. അതെവിടെയാണ് വിശാലമാക്കുക എന്ന് പറയുന്നത്? നിർജ്ജന പ്രദേശത്ത്, ഒരു മനുഷ്യനും ഇല്ലാത്തടത്ത്. അതെങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ബുദ്ധിയിൽ എത്തുക? നിർജ്ജന പ്രദേശം, ഒരു മനുഷ്യരും ഇല്ലാത്തടത്ത് വിശാലമായ വഴികൾ ഉണ്ടാക്കണം. കാരണം നിർജ്ജന പ്രദേശങ്ങളെ ഫലഭൂയിഷ്ഠമായ മനുഷ്യൻ തിങ്ങിപ്പാർക്കുന്ന ദേശമായി ദൈവം സൃഷ്ടിക്കുന്നത് അങ്ങനെയാണ്. വിശ്വാസത്താൽ നിർജ്ജന പ്രദേശത്ത് വിശാലതയുണ്ടാക്കുമ്പോൾ, ആരും പോക്കുവരവിനില്ലാതിരിക്കുന്ന കാലങ്ങളിൽ നമ്മുടെ കൺകളിൽ കൂടി നാം വിശാലതയുടെ മാർഗത്തെ ദർശിക്കുമ്പോൾ നിർജ്ജന പ്രദേശം നിബിഡമായ ജനത്തിരക്കുള്ള പട്ടണമായി മാറുന്നതായി ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ബോധിപ്പിച്ചു തരും. നമ്മുടെ നോട്ടത്തിൽ അത് നിർജ്ജന പ്രദേശമായിരിക്കാം, പക്ഷെങ്കിൽ ദൈവം ആ വഴികളിൽ കൂടെ നടകൊള്ളുമ്പോൾ അത് ജനനിബിഡമായ പട്ടണമായി, നഗരമായി മാറ്റപ്പെടുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെയുള്ള ഒരു വഴി ഉണ്ടാക്കുവാൻ മനുഷ്യരോട് പറയുന്നതെന്നറിയാമോ? യഹോവയുടെ മഹത്വം വെളിപ്പെടും, അത് സകല ജഡവും ഒരുപോലെ അതിനെ കാണും. അപ്പോൾ ദൈവം കൊണ്ടുവരുന്നതായ വെളിച്ചം അത് സകലർക്കും പ്രത്യക്ഷമാകുവാൻ തക്കവണ്ണം, സകലർക്കും കാണുവാൻ തക്കവണ്ണം അവിടെ ഒരു മറവുകളും പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം മറയ്ക്കുന്നതായ ഒരു തടസ്സമായോ ഒരു നിഴലായോ നമ്മുടെ ജീവിതത്തിൽ നാം മാറുവാൻ പാടില്ല എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്. ദൈവം ഭൂമിയിൽ മഹത്വം വെളിപ്പെടുത്തുമ്പോൾ ധാരാളം ജനം നിർജ്ജന പ്രദേശത്ത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ കാണാവുന്നതായ
അനേകം ജനങ്ങൾ ദൈവത്തിൻ്റെ മഹത്വത്തിനായി കാത്തിരിക്കുന്നു. എന്നാൽ ദൈവം തൻ്റെ മഹത്വവുമായി പ്രകാശവുമായി വെളിപ്പെടുമ്പോൾ നാമോ നമ്മുടെ ചിന്താഗതിയോ നമ്മുടെ ഉപദേശമോ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ നിരൂപണങ്ങളോ നമ്മുടെ വിശദമായ കഴിവുകളോ ജ്ഞാനങ്ങളോ ഒന്നും തന്നെ ദൈവത്തിൻ്റെ പ്രകാശത്തെ മറയ്ക്കുന്നതായി തീരരുത്. കാരണം അത് സകലർക്കും വേണ്ടി ദൈവം കൊണ്ടുവരുന്നതായ മഹത്വമാണ്. സകല ജഡവും അവൻ്റെ മഹത്വത്തെ കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ നിർജ്ജന പ്രദേശങ്ങളൊക്കെയും ജനനിബിഡമായ പട്ടണങ്ങളായി മാറും. നമ്മുടെ മരുഭൂമി പ്രദേശങ്ങളൊക്കെയും ഫലഭൂയിഷ്ടമായിട്ടുള്ളതായ അനേക വസ്തുക്കൾ വിളയുന്ന മനോഹാരിത നിറഞ്ഞതായ പൂത്തുലയുന്ന ചെടികളും ആ മരങ്ങളും വൃക്ഷങ്ങളും കൊണ്ട് മനോഹാരിത പുലർത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം പറഞ്ഞത്, മരുഭൂമിയിൽ അവന് വേണ്ടി ഒരു പാത ഒരുക്കുവിൻ. നീ കാണുന്ന മരുഭൂമി, നിന്റെ ദൃഷ്ടിയിലെ മരുഭൂമി ദൈവം മനോഹാരിതയുള്ളതാക്കി തീർക്കും. നമ്മൾ പലപ്പോഴും വിശ്വാസത്താൽ നമ്മുടെ പ്രവൃത്തികളെ ചെയ്യുമ്പോൾ, ദൈവം പറയുന്നത് വിശ്വാസത്താൽ അംഗീകരിക്കുമ്പോൾ, ദൈവം പറയുന്നത് വിശ്വാസത്താൽ വിശ്വസിക്കുമ്പോൾ അവ നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കുന്നു. അങ്ങനെയാണ് നാം പ്രാർത്ഥനയിൽ ദൈവത്തോട് അപേക്ഷിക്കുന്നത് പോലെ ദൈവം നമ്മോടുകൂടെ കടന്നു വരും. നാം പോകുന്നിടത്തൊക്കെയും മരുഭൂമി, അത് മലർവാടി വിളയുന്നതായ, പൂക്കൾ വിളയുന്നതായ, ഫലഭൂയിഷ്ടമായിട്ടുള്ള അനേക ഫലങ്ങൾ വിളയുന്നതായ, അല്ലെങ്കിൽ ഫലം നിറഞ്ഞ ഭൂമിയായി അത് മാറുന്നു. നിർജ്ജന പ്രദേശങ്ങൾ ജനങ്ങളെ കൊണ്ട് തിങ്ങിത്തിരക്കുന്നതായ ദേശമായിട്ട് മാറും. അവിടെ ദൈവം പ്രത്യക്ഷപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തിൻ്റെ ശോഭയെ അവിടേക്ക് കൊണ്ടുവരുമ്പോൾ അത് സകല ജഡത്തിനും കാണുമാറാക്കുന്ന പ്രകാശമായി മാറും. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ നാം ക്ഷണിക്കുമ്പോൾ നമ്മുടെ ഉദ്ദേശം മറ്റാർക്കും ഈ പ്രകാശം പോകരുത്, നമ്മുടെ ഭവനത്തിൽ മാത്രം നിൽക്കുന്ന പ്രകാശമായി നാം ഒരു പക്ഷെങ്കിൽ ആഗ്രഹിച്ചേക്കാം. പക്ഷെങ്കിൽ ദൈവം വെളിപ്പെടുന്നതോ സകല ജഡത്തിനും വേണ്ടി, മുഖം നോക്കാതെ മനുഷ്യരുടെ ആ നിഗമനങ്ങളും ചിന്തകളും ദൈവം ക്ഷമിച്ചും കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ തെറ്റായ ധാരണകളൊക്കെയും ക്ഷമിച്ചും കൊണ്ട് അവൻ്റെ ദയ ഭൂമിയിൽ നിന്ന് ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ അത്രത്തോളം ദൈവത്തിൻ്റെ ദയ ഉയർന്നു നിൽക്കുന്നതെന്ന് മനുഷ്യപുത്രന്മാരെ മനസ്സിലാക്കിക്കുവാൻ, ദൈവത്തിൻ്റെ ദയയും കൃപയും കരുണയും കുറിച്ച് അവരെ ബോധവാന്മാരാക്കുവാൻ ദൈവം പ്രകാശവുമായി കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ഇന്നു മുതൽ നാം ദൈവത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ കഷ്ടതകളിലേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ, അത് കേവലം നമ്മുടെ കഷ്ടത മാത്രം മാറുവാനല്ല, നമ്മുടെ വേദന മാത്രം മാറുവാനല്ല, നമ്മുടെ ആവശ്യങ്ങളെ മാത്രം സാധിപ്പിക്കുന്ന ഒരു സാന്നിധ്യമല്ല, സകല ജഡത്തിനും വേണ്ടി ഉള്ളതായ ഒരു അനുഭവമായി അത് മാറ്റേണ്ടതിന് നാം അതിന് വഴിത്താരകളായി മാറണം. ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെയാണ്. അങ്ങനെയുള്ള ജനങ്ങളെ ദൈവം ആഗ്രഹിക്കുകയാണ്. അങ്ങനെയുള്ള മനുഷ്യപുത്രന്മാരെ ഭൂമിയിൽ ദൈവത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്ന ആ വലിയ തൻ്റെ ഹിതം അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നതായ മനുഷ്യപുത്രന്മാരായി, തൻ്റെ ദാസന്മാരായി, ഭക്തന്മാരായി തീരുവാൻ തക്കവണ്ണം പ്രഭാതത്തിലെ ഈ വചനം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.